നമ്മൾ മലയാളികളിൽ പരീക്ഷ ക്വാളിഫൈ ആവുന്നത് കുറവാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ പുറത്തു നോക്കി 10 പേരോട് ചോദിച്ചാൽ അറിയാം ആർക്ക് ഈ പരീക്ഷയെ പറ്റി അറിയാം. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആർക്കും എല്ലാവർക്കും ഈ പരീക്ഷയെ പറ്റി അറിയാം. പക്ഷെ പുറത്ത് നിങ്ങൾ സാധാരണക്കാരോട് ചോദിച്ചു നോക്കിയാൽ ഈ പരീക്ഷയെ പറ്റി ആർക്കറിയും. ക്ലിയർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവായത് എന്തുകൊണ്ടാണ്? 7 ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട്. കഴിഞ്ഞ ഏതൊരു ഡാറ്റ ഞാൻ ഒരു ചാനൽ കണ്ടു. ടോട്ടൽ അപ്ലൈ ചെയ്തതിൽ വെറും 1.8% മലയാളികൾ. കേരളത്തിൽ നിന്ന് വെറും 1.8% ആളുകളാണ് അപ്ലൈ ചെയ്തതിൽ മലയാളികൾ. നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3.5 to 4 അടുത്തുണ്ട് കേരളത്തിന്റെ പോപ്പുലേഷൻ. ഇന്ത്യന്റെ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ വരികയാണെങ്കിൽ ഒരു 3 to 4% എങ്കിലും നമ്മൾ എന്ത് വേണം? അപ്ലൈ ചെയ്ത മലയാളികൾ വേണ്ടേ? അതിന്റെ പകുതിയേ ഉള്ളൂ. അപ്ലൈ ചെയ്ത ആളുകളുടെ പെർസെന്റേജ് 1.8 ആണെങ്കിലും ക്ലിയർ ചെയ്ത ആളുകൾ നോക്കുമ്പോൾ അത് 2.16 ആണ്. അപ്ലൈ ചെയ്തതിൽ മലയാളികൾ 1.8 ആണെങ്കിലും ക്ലിയർ ചെയ്ത ആളുകൾ ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ 2.16. അതിന്റെ അർത്ഥം എന്താ? അപ്ലൈ ചെയ്ത പെർസെന്റേജിനേക്കാളും കൂടുതൽ മലയാളികൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എലിജിബിൾ അല്ലാത്തത് കൊണ്ടല്ല. അപ്പൊ നമ്മൾ 3.5% ആളുകൾ അപ്ലൈ ചെയ്തതിന് ചിലപ്പോൾ 5% കഴിഞ്ഞ് വരാം. അപ്പൊ നമ്മൾ മലയാളികൾ കഴിവുള്ളവരാണ്, അതിൽ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ പെർസെന്റേജ് കുറഞ്ഞ നടക്കുന്നത് എന്തുകൊണ്ടാ? ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട്, നമുക്കറിയില്ല, അതുകൊണ്ട് മാത്രം. അപ്പൊ പിന്നെ നമ്മൾ ഈ കേരളത്തിലുള്ള ഈ വേക്കൻസികൾ, പോസ്റ്റുകളൊക്കെ എന്താണ്? അത് നികത്താതെ മലയാളികൾ കേരളത്തിലില്ല. അതുകൊണ്ടാണ് ഈ നോർത്ത് നിന്നൊക്കെ ആൾക്കാർ നമ്മൾ പേരില്ല പല സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകൾ പോയി നോക്കുക, അവിടെ കുറെ ഹിന്ദിക്കാരൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മളവിടെ പോയിട്ട് പറയും, അയ്യോ എവിടെ പോയാലും ഹിന്ദിക്കാരാണ്, മലയാളികളൊന്നും ഇല്ലേ? അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കഴിവുള്ളവർ.